നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലെയും പ്രസിഡന്റുമാർ അവരവരുടെ ഭരണകാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ പങ്കുവയ്ക്കുകയാണ് കേരള വിഷൻ ന്യൂസിന്റെ എന്റെ പഞ്ചായത്തിലൂടെ. ഇന്ന് നമ്മളോടൊപ്പം അതിഥികളായി എത്തുന്നത് വയനാട് ജില്ലയിലെ നൂൽപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ സതീഷ്, തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോട് പഞ്ചായത്ത് പ്രസിഡന്റ് ശൈലജ രാജീവൻ എന്നിവരാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. വയനാട് ജില്ലയിലെ നൂൽപ്പുഴ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ് ആദ്യം നമ്മൾ കടക്കുന്നത്. ആരോഗ്യരംഗത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്ന നൂൽപ്പുഴ പഞ്ചായത്ത് ഭരണകാലയളവിൽ ആർദ്രം പുരസ്കാരം, കായകൽപ്പ പുരസ്കാരം തുടങ്ങിയ ബഹുമതികൾക്കെല്ലാം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്തായി പ്രഖ്യാപിച്ച നൂൽപ്പുഴ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഷീജ സതീഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീമതി ഷീജ. പുരസ്കാരങ്ങളുടെ അംഗീകാരങ്ങളുടെ എല്ലാം തന്നെ നിറവിലാണല്ലോ പഞ്ചായത്തുള്ളത്. ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇങ്ങനെയാണ് നടപ്പിലാക്കി വരുന്നത്. ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഒന്ന് വിലയിരുത്താമോ? തീർച്ചയായിട്ടും. നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് 282 സ്ക്വയർ മീറ്റർ വിസ്തൃതിയുള്ള ഒരു പഞ്ചായത്താണ്. വനമേഖല കൂടുതലുള്ള ഒരു പഞ്ചായത്താണ്. കൂടാതെ തമിഴ്നാട്, കർണാടക 2 സംസ്ഥാനങ്ങളുടെ അതിർത്തി പങ്കിടുന്ന ഒരു പഞ്ചായത്തും കൂടിയാണ്. കൂടാതെ 43% ട്രൈബൽ പോപ്പുലേഷൻ ഉള്ള ഒരു പഞ്ചായത്തും കൂടിയാണ്. ഈ ഒരു പഞ്ചായത്തില് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന്റെയും MLA, MP അതായത് സർക്കാർ തലത്തിലുള്ള എല്ലാ പദ്ധതികളുടെയും ഭാഗമായിട്ട് നല്ല രീതിയിൽ ഈ ഒരു 4 വർഷക്കാലം നമ്മൾക്ക് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. പല മേഖലയിലും, ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ച് ആർദ്രം പുരസ്കാരം, കായികൽപ്പ പുരസ്കാരം, അതുപോലെ തന്നെ ദേശീയ തലത്തിൽ ദേശീയ നിലവാരത്തിലുള്ള ഫിസിയോതെറാപ്പി യൂണിറ്റ് അടക്കം പ്രവർത്തിക്കുന്ന നമ്മുടെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു FHC ആണ് നമുക്കുള്ളത്. അതിൽ സ്പീച്ച് തെറാപ്പി അടക്കം, ദന്തൽ അടക്കം ST വിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ധാരാളം പദ്ധതികൾ വിഭാവനം ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ആരോഗ്യ മേഖല മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രവർത്തന മേഖലയിൽ ഏറ്റവും സന്തോഷത്തോടു കൂടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അവരുടെ എല്ലാ ആരോഗ്യ പരിരക്ഷയും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും. കൂടുതൽ വയനാട് ജില്ലയിലെ തന്നെ കൂടുതൽ വനഭൂമിയുള്ള പഞ്ചായത്താണെന്ന് പറഞ്ഞു. ജനവാസ മേഖല കൂടിയാണ്. പ്രദേശത്തെ അടിസ്ഥാന വികസനങ്ങളെല്ലാം തന്നെ എത്രത്തോളം മെച്ചപ്പെടുത്താൻ സാധിച്ചു? പ്രത്യേകിച്ചും ഈ ട്രൈബ് പോപ്പുലേഷൻ കൂടുതലുള്ള ഒരു പ്രദേശമാണെന്ന് പറഞ്ഞപ്പോൾ ഈ വീട് അതോടൊപ്പം തന്നെ ഗതാഗതം തുടങ്ങിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ഏതൊക്കെ രീതിയിലാണ് നിലവിൽ മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളത്? നമുക്ക് ട്രൈബൽ പോപ്പുലേഷൻ കൂടുതലുള്ള ഒരു പഞ്ചായത്ത് ആയതുകൊണ്ട് തന്നെ, നേരത്തെ പറഞ്ഞ പോലെ വനമേഖല കൂടുതലുള്ള ഒരു പഞ്ചായത്തും കൂടി ആയതുകൊണ്ട് തന്നെ വനത്തിനകത്തൂടെയാണ് ധാരാളം ഉന്നതികളിലേക്ക് നമുക്ക് എത്താനുള്ളത്. അപ്പൊ അതിന് ചെറിയ ഫോറസ്റ്റിന്റെ പെർമിഷൻ കിട്ടേണ്ടതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളുള്ള റോഡുകൾ മാത്രമാണ് നമുക്ക് നിലവിൽ ചെയ്യാൻ കഴിയാതെയുള്ളത്. ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും തന്നെ നമ്മൾ പരമാവധി ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. പെർമിഷൻ കിട്ടിയാൽ ഉടനെ ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് പാർപ്പിട സൗകര്യങ്ങൾ ധാരാളം, നമ്മൾ 500ഓളം വീടുകൾ നമ്മൾ വന്നതിന് ശേഷം പൂർത്തീകരിക്കാൻ സാധിച്ചു. 300ഓളം വീടുകൾ ഇപ്പം പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പോലെ വനമേഖല കൂടുതലുള്ള പ്രദേശം ആയതുകൊണ്ട് തന്നെ വന്യമൃഗശല്യം കൂടുതലുള്ള ഒരു പഞ്ചായത്തും കൂടിയാണ്. അപ്പൊ അത്തരത്തിൽ ഉന്നതികളൊക്കെ തന്നെ ഏകദേശം ഫോറസ്റ്റിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. വന്യമൃഗശല്യം കൂടുതലുള്ള പ്രദേശം ആയതുകൊണ്ട് തന്നെ ഫോറസ്റ്റും കാടും നാടും തമ്മിൽ വേർതിരിക്കുന്ന പദ്ധതികൾ വരേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. സർക്കാർ തലത്തിൽ അത്തരം പദ്ധതികളൊക്കെ നമുക്ക് ഹാങ്ങിങ് ഫെൻസിങ് അടക്കം വരുന്നുണ്ട്. പക്ഷെ എങ്കിലും അത് ആന പോലുള്ള വലിയ മൃഗങ്ങളെ മാത്രമേ നമുക്ക് തടയിടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളൂ. കുരങ്ങു പോലെയുള്ള കാട്ടുപന്നികളടക്കം, ആനകളടക്കം ധാരാളം മൃഗങ്ങൾ വന്ന് കാർഷിക മേഖലയെ മൊത്തം നശിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ എങ്കിലും കിട്ടുന്ന ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ട്രൈബൽ മേഖലയിലേക്കുള്ള പദ്ധതികൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും ധാരാളം പ്രവൃത്തികൾ നമുക്ക് ആ ഒരു മേഖലയിൽ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ, തീർച്ചയായും. ഈ ഇത്തരത്തിൽ കൃഷിക്ക് വളരെ പ്രാധാന്യം നൽകുന്ന, അല്ലെങ്കിൽ കൃഷിക്ക് പ്രധാന ഉപജീവന മാർഗമായി കരുതുന്ന ആളുകളാണ് നിലവിലുള്ളത്. വന്യജീവി ശല്യം, വന്യജീവി ആക്രമണം എല്ലാം തന്നെ വലിയ രീതിയിൽ ഈ ഒരു പ്രദേശവാസികളെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നിലവിൽ ഈ ഒരു പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്? വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ജില്ലാ തലത്തിൽ ഇടപെടുകയും നബാർഡിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഫെൻസിംഗ് സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് DPR തയ്യാറായി കഴിഞ്ഞു. അതുപോലെ തന്നെ RKDY പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്
ധാരാളം പ്രദേശങ്ങൾ ഹാങ്ങിങ് ഫെൻസിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പഞ്ചായത്ത് തലത്തിൽ കർഷകരുടെ കൃഷിസ്ഥലം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നമുക്കത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അതിന്റെ അനുമതി കിട്ടിയാലുടൻ ആ പദ്ധതിയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഗ്രൂപ്പ് ഫെൻസിങ്ങിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ചെറിയ സാങ്കേതികത്വം ഉള്ളത് കൊണ്ട് അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ നേരിടുന്നുണ്ട്. പക്ഷെ എങ്കിലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹാങ്ങിങ് ഫെൻസിങ് ഒരു പരിധി വരെ ആന പോലെയുള്ള വലിയ മൃഗങ്ങൾക്ക് മാത്രമേ നമ്മൾക്ക് ശാശ്വതമായിട്ട് പറയാൻ പറ്റുകയുള്ളൂ. പക്ഷെ ചെറുമൃഗങ്ങളൊക്കെ തന്നെ ഇപ്പോഴും കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയും വീടുകളിലുള്ള പച്ചക്കറികളടക്കം ഭക്ഷിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ ഇനിയും ധാരാളം കാര്യങ്ങൾ നമുക്കിനി ചെയ്യേണ്ടതായിട്ടുണ്ട്, പ്രത്യേകിച്ച് വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം എന്നുള്ള രീതിയിൽ. തീർച്ചയായും ഈ കൂടുതൽ വനഭൂമിയുള്ള ഒരു പഞ്ചായത്താണ് എന്ന് പറയുമ്പോൾ തന്നെ പ്രധാനമായും ഈ വനസംരക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ട്. ഇത് ഈ ജനങ്ങളുടെ എല്ലാം തന്നെ നേതൃത്വത്തിൽ എത്രത്തോളം ഇവിടെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്? എങ്ങനെയൊക്കെയാണ് ഈ വനസംരക്ഷണം നിങ്ങൾ നടപ്പിലാക്കി വരുന്നത്? കർഷകർ തന്നെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാട് സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം നമ്മൾ MNREGA പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ തൈകൾ ഫോറസ്റ്റിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ നമ്മൾക്ക് തൈകൾ വെച്ച് പിടിപ്പിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൂടെ തന്നെ ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിലൊക്കെ തന്നെ തൈകൾ വെച്ച് പിടിപ്പിക്കുന്ന പദ്ധതികളുണ്ട്. അത് MNREGA പദ്ധതികൾ ഉൾപ്പെടുത്തി തൊഴിലാളികൾക്ക് തൊഴിൽ കിട്ടുന്ന രീതിയിൽ വന പ്രദേശം സംരക്ഷിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തു മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ ഇനി വിദ്യാഭ്യാസ രംഗത്തും നിരവധിയായിട്ടുള്ള നേട്ടങ്ങളെല്ലാം തന്നെ സ്വന്തമാക്കിയിട്ടുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. ഇപ്പോൾ ഈ വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങളൊക്കെ ഏതൊക്കെ രീതിയിലാണ് ക്രോഡീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? വിദ്യാഭ്യാസ മേഖലയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രൈബൽ പോപ്പുലേഷൻ കൂടുതലുള്ള ഒരു പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കുട്ടികളെ സ്കൂളുകളിൽ എത്തിക്കുന്നതിനുള്ള പദ്ധതികൾ സർക്കാർ തലത്തിൽ വരുന്നുണ്ട്. നമ്മൾ പഞ്ചായത്ത് തലത്തിൽ കുട്ടികളുടെ വിദ്യാലയത്തിൽ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വിസമ്മതം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ കായികപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് തിരിച്ചുകൊണ്ട് അവരെ സ്കൂളുകളിലേക്ക് ആകർഷിക്കുന്ന പദ്ധതികൾ തയ്യാറാക്കുന്നതിന് ഈ വർഷം നമ്മൾ പ്രൊജക്ട് വെച്ചിട്ടുണ്ട്. അത്തരത്തിൽ കുട്ടികളെ വിദ്യാലയത്തിൽ കൃത്യമായിട്ടും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് പദ്ധതികൾ വെച്ചിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ ഏറ്റവും നല്ലൊരു പദ്ധതി ഈ പ്രാവശ്യം വിഭാവനം ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ നല്ല രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഒപ്പം തന്നെ അതിനോട് എടുത്തു പറയേണ്ട മറ്റൊന്നാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പ്രഖ്യാപനം നടത്തിയിട്ടുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. ഇതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? ഡിജിറ്റൽ സാക്ഷരതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കോർഡിനേറ്റർമാരുടെ നേതൃത്വത്തിൽ ഓരോ വാർഡുകളിൽ നിന്നും നമ്മൾ ഇൻസ്ട്രക്ടർമാരെ കണ്ടെത്തുകയും അത്തരത്തിൽ അവരുടെ സർവേകൾ നടത്തി കുടുംബശ്രീ മുഖേനയും അതുപോലെ തന്നെ ഉന്നതികളിലും തൊഴിലുറപ്പ് മേഖലയിലൊക്കെ തന്നെ കടന്നു കയറി അവിടെ അവർക്ക് വേണ്ട ഡിജിറ്റൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട്, അതായത് ഫോണിലൂടെ നമ്മൾക്ക് അവർക്ക് കൃത്യമായിട്ടും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവരെ ആ തരത്തിൽ പാകപ്പെടുത്തി പരീക്ഷ എഴുതിച്ച് നമ്മൾ ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ട്രൈബൽ പോപ്പുലേഷൻ കൂടുതലുള്ള ഒരു പഞ്ചായത്ത് ആയതുകൊണ്ട് തന്നെ അവർക്ക് നമുക്ക് സ്മാർട്ട് ഫോണുകളുടെ ഉപയോഗം ഒരുപക്ഷെ അവർക്ക് ഒരുപോലെ നമുക്ക് കിട്ടാനുള്ള ഒരു സാഹചര്യമില്ല. കുട്ടികളുടെ കയ്യിലൊക്കെ ആയിരിക്കാം. പക്ഷെ അതുകൊണ്ട് തന്നെ ആ ഒരു തലത്തിൽ ചെറിയൊരു പ്രതിസന്ധി നമ്മൾ നേരിടുന്നുണ്ട്. എങ്കിൽ കൂടെയും പരമാവധി ആളുകളെ നമ്മൾ ആ ഒരു തലത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ പാകപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാവരുടെയും ഒരു കൂട്ടായ്മയോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. തീർച്ചയായും നമ്മൾ ദൃശ്യങ്ങളിലെല്ലാം തന്നെ കാണുന്നത് പോലെ തന്നെ തെളിനീരൊഴുകും നവകേരളം എന്നുള്ള ഒരു പദ്ധതിയിലേക്ക് ആസൂത്രണം ചെയ്ത് എത്തുന്നുണ്ട്. ഇത്തരത്തിൽ ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ എല്ലാം തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടാണോ ഇത്തരത്തിൽ ഈ ശുദ്ധജല സംരക്ഷണം അടക്കം തന്നെ നടപ്പിലാക്കി വരുന്നത്? തീർച്ചയായും നമ്മുടെ പഞ്ചായത്തില് തൊഴിലുറപ്പ് മേഖലയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ധാരാളം കുളങ്ങള്, തോടുകള്, ജലാശയങ്ങളൊക്കെ തന്നെ നവീകരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ബ്ലോക്കിന്റെ നേതൃത്വത്തില് നീർത്തട പദ്ധതി PMKSY പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ധാരാളം നീർച്ചാലുകളുടെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലിഫ്റ്റ് ഇറിഗേഷന്റെ ഭാഗമായിട്ട് മാതമംഗലം ചിറക്കമ്പം ഭാഗത്ത് നല്ലൊരു പദ്ധതി നമുക്ക് വന്നിട്ടുണ്ട്. അത്തരത്തിൽ ജലസേചന പദ്ധതികളൊക്കെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന്റെ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ധാരാളം കുടിവെള്ള സ്രോതസ്സുകളൊക്കെ തന്നെ നമ്മൾക്ക് അത്തരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ ജലനിധി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സുസ്ഥിരത പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ധാരാളം കുടിവെള്ള സ്രോതസ്സുകൾ നവീകരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. അതുമാത്രമല്ല കുടിവെള്ളം ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വീടുകളിലേക്കും കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ കയർഭൂ വസ്ത്രമെല്ലാം തന്നെ വിരിച്ചുകൊണ്ട് ഈ ജലാശയങ്ങളെല്ലാം സംരക്ഷിച്ചു വരികയാണ് നിലവിൽ. തീർച്ചയായിട്ടും പല കുളങ്ങളും തോടുകളും എല്ലാം നമ്മൾ കയർമാറ്റി വിരിച്ച് സംരക്ഷിച്ച് മുന്നോട്ട് നല്ല ഭംഗിയാക്കി വൃത്തിയാക്കി
അതോടൊപ്പം തന്നെ ഈ അടിസ്ഥാന വികസനങ്ങളെല്ലാം തന്നെ പറയുമ്പോൾ അതിൽ എടുത്തു പറയേണ്ടതാണ് റോഡ് ഗതാഗത മാർഗങ്ങളെല്ലാം തന്നെ. ഈ ഗ്രാമീണ റോഡുകളെല്ലാം തന്നെ യാത്രായോഗ്യമാക്കാൻ എത്രത്തോളം സാധിച്ചിട്ടുണ്ട്? വഴിവിളക്കുകളെല്ലാം തന്നെ സ്ഥാപിച്ച് അതിന്റെ എല്ലാം പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? റോഡുകളെല്ലാം തന്നെ നമുക്ക് കിട്ടുന്ന ഫണ്ടിന്റെ പരിധിയിൽ നിന്നുകൊണ്ട്, കാരണം ST പോപ്പുലേഷൻ കൂടുതലുള്ള പഞ്ചായത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് തനത് ഫണ്ട് കുറവാണ്. പക്ഷെ എങ്കിലും സർക്കാർ തലത്തിൽ കിട്ടുന്ന ഫണ്ടുകളെ അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നുള്ള ഫണ്ടുകൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ റോഡുകളുടെ നവീകരണങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ മാർച്ചോടുകൂടി തന്നെ ഈ നവകേരളം, മാലിന്യമുക്തം നവകേരളം എന്നൊരു ആശയത്തിലേക്ക് സംസ്ഥാനം എത്തുകയാണ്. പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള സംഭാവനകളൊക്കെ എന്തൊക്കെയാണ്? ഈ മാലിന്യ സംസ്കരണ രംഗത്തെ ഏതൊക്കെ തരത്തിലുള്ള നേട്ടങ്ങളാണ് നിലവിൽ കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്? മാലിന്യ സംസ്കരണ മേഖലയിൽ നമ്മൾ പദ്ധതികൾ വിഭാവനം ചെയ്ത് മുന്നോട്ട് പോകുന്നു. ടൂറിസം മേഖല എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഏരിയയിലാണ് നമ്മൾക്ക് കുറച്ച് മാലിന്യങ്ങൾ വരുന്നത്. പക്ഷെ എങ്കിലും ക്ലീൻ ഡ്രൈവ് ചെയ്തുകൊണ്ട് ആ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ജലാശയങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ടും നമ്മൾ കുടുംബശ്രീ തലത്തിലും അല്ലാതെ നമ്മൾ വ്യാപാരി വ്യവസായികളുടെ ഒക്കെ മീറ്റിംഗ് വിളിച്ച് എല്ലാവർക്കും ബോധവൽക്കരണങ്ങൾ കൊടുത്തുകൊണ്ട് ജലാശയങ്ങളൊക്കെ തന്നെ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അയൽക്കൂട്ട തലത്തില് അതുപോലെ തന്നെ ടൂറിസം കേന്ദ്രങ്ങളൊക്കെ തന്നെ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ കൃത്യമായിട്ടും നടപ്പിലാക്കി അത് മോണിറ്ററിങ് ചെയ്ത് അത്തരത്തിൽ നമ്മുടെ ഹരിത കേരള മിഷന്റെ സർട്ടിഫിക്കറ്റ് അടക്കം നമ്മൾ വാങ്ങിയുണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ബയോ ബിന്നുകള്, ജൈവ മാലിന്യങ്ങള് സംഭരിക്കുന്നതിനുള്ള ബിന്നുകള്, അജൈവ മാലിന്യങ്ങൾ സംരക്ഷിക്കുന്ന ബിന്നുകൾ എല്ലാം തന്നെ നമ്മൾ ഈ വർഷം പദ്ധതിയിലൂടെ നമ്മൾ വെച്ചിട്ടുണ്ട്. അത് വളമാക്കി മാറ്റുന്ന ബൊക്കേഷ്യ ബക്കറ്റ് അടക്കം നമ്മൾ ഈ പ്രാവശ്യം പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത്തരത്തിൽ എത്രയും പെട്ടെന്ന് നല്ലൊരു പ്രഖ്യാപനത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പഞ്ചായത്ത് നടത്തുന്നത്. തീർച്ചയായും അത്തരം പ്രവർത്തനങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യമാകട്ടെ, അത് തുടർന്നും കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ കുടുംബശ്രീ തൊഴിൽ സംരംഭം, സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കി വരുന്നത്? സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബശ്രീ തലത്തിൽ ധാരാളം പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. നമുക്ക് അവരുടെ സംരംഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 ന്യൂട്രിമിക്സ് യൂണിറ്റുകൾ നമ്മുടെ പഞ്ചായത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തയ്യൽ യൂണിറ്റുകൾ, പലഹാര യൂണിറ്റുകൾ ഒക്കെ തന്നെ കുടുംബശ്രീ തലത്തിലുണ്ട്. പഞ്ചായത്തിന്റെ സംരംഭ മേഖലയിലേക്ക് വരുന്നതാണ്. അതോടൊപ്പം തന്നെ കുടുംബശ്രീ തലത്തിൽ അവരുടെ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് പശു വളർത്തൽ, പോത്തു വളർത്തൽ, ആട് വളർത്തൽ അത്തരത്തിലുള്ള പദ്ധതികളൊക്കെ തന്നെ നമ്മൾ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി എന്നുള്ള രീതിയിൽ അവർക്ക് 25 ചട്ടിയും വളവും തൈയും അവർക്ക് നൽകിക്കൊണ്ട് നമ്മുടെ വീടുകളിൽ മാലിന്യമില്ലാത്ത, മരുന്നടിക്കാത്ത നല്ല ജൈവ സമ്പുഷ്ടമായ ഫുഡ്, പച്ചക്കറികൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് പദ്ധതികൾ നമ്മൾ ഈ ഒരു 4 വർഷക്കാലം കൊണ്ട് അങ്ങനെ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ധാരാളം പദ്ധതികൾ നമ്മൾ വിഭാവനം ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ നമ്മൾ ഈ വനിതാ ശാക്തീകരണത്തോടനുബന്ധിച്ച് പറയുമ്പോൾ ആരോഗ്യ മേഖലയിലൊക്കെ ആണെങ്കിലും ഗർഭിണികൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ രക്തക്കുറവുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നമ്മൾ പ്രതീക്ഷ എന്ന പേരിൽ നമുക്ക് അവർക്കുള്ള ഫുഡുകൾ നൽകുന്ന രീതിയിലുള്ള പദ്ധതികൾ നമ്മൾ വിഭാവനം ചെയ്തു. അതുപോലെ തന്നെ ഗർഭിണികൾക്ക് വേണ്ടിയിട്ട് അവരുടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉന്നതികളൊക്കെ തന്നെ നമ്മുടെ ഫോറസ്റ്റിനകത്താണ്. അപ്പൊ അവർക്ക് പ്രസവത്തോടനുബന്ധിച്ച് വരുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രതീക്ഷ എന്ന പേരിൽ ഹോസ്പിറ്റലിൽ ഒരു വീട് തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. അവിടെ വന്ന് അവർക്ക് പോഷകസമൃദ്ധമായ ഭക്ഷണങ്ങൾ നൽകിക്കൊണ്ട് അവരെ കെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു അടക്കം അവിടെ സെറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നു. അതുപോലെ അംഗൻവാടി തലത്തിലൊക്കെ തന്നെ ആരോഗ്യ മേഖലയിൽ അംഗൻവാടി തലത്തിൽ കുട്ടികളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള ധാരാളം പദ്ധതികളുണ്ട്. നമുക്ക് അംഗൻവാടി തലത്തിൽ 42 അംഗൻവാടിയാണുള്ളത്. അതിൽ 37 അംഗൻവാടികളും നമ്മൾ സ്മാർട്ട് അംഗൻവാടികളാക്കി. അത് ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു NGOയുടെ നേതൃത്വത്തിൽ, യുണൈറ്റഡ് എന്ന് പറയുന്ന ഒരു NGOയുടെ നേതൃത്വത്തിൽ അവരുടെ ബാങ്കുകളുടെ CSR ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് 37 അംഗൻവാടികളും നമ്മൾക്ക് സ്മാർട്ട് അംഗൻവാടികളാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. നമുക്ക് തൂക്കക്കുറവുള്ള കുട്ടികളെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നുണ്ട്. ഇനിയും മികച്ച പ്രവർത്തനങ്ങളെല്ലാം തന്നെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ. വയനാട് ജില്ലയിലെ നൂൽപ്പുഴ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പങ്കുവച്ചത്. എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ശ്രീമതി ഷീജ സതീഷ്.